ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചനവുമായി തിരുമുമ്പാകെ നിൽക്കുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നാം എല്ലാവരും ഈ കാലഘട്ടത്തിൽ സ്വർഗീയ കനാലിലേക്കുള്ള ആ യാത്രയിലാണ്. അതിൻ്റെ അവസാന ലാപ്പിൽ നാം എത്തിയിരിക്കുകയാണ്. ഇനിയും മോശയുടെ കാലത്ത് അവസാനം ജോഷുവ ജോർഡാൻ കടക്കുന്നതിന് മുമ്പുള്ള ഏതാണ്ട് ആ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ആത്മമണാളൻ നമ്മെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു കാര്യം കൂടെ മാത്രമേ ഉള്ളൂ. നാം അതിനൊക്കെയാണ് പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഈ സമയത്ത് പാസ്റ്റർ പലപ്പോഴും സൂമിലൊക്കെ പറയുന്ന പോലെ നാം മാറാനാഥ പ്രീസ്തലോടൊക്കെ നമ്മളെപ്പോഴും പറയുന്നുണ്ട്. ഇനിയും നാം പറയേണ്ടത് മാറാനാഥ എന്നാണ്. റാമിക് വേർഡാണ് ജീസസ് ഈസ് കമ്മിങ്. കർത്താവ് വരുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആ വരവിനെ കാംക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം കനാനിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ, നാം ജീവിതത്തിൽ അനേകം പല പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ മടുത്തു പോകാറുണ്ട്. പല കാര്യങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ള പല ബുദ്ധിമുട്ടുകളും ഒരു ഉത്സാഹമില്ലായ്മയും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മോട് പറയുന്നു, നാം മടുത്ത് പോകരുത്. കാരണം ഏറ്റവും അവസാനം നമുക്ക് കിട്ടുവാനുള്ള ആ വലിയ സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും അടുത്ത് നാം എത്തിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇനിയും തിരിഞ്ഞു നോക്കി പിന്മാറി നാം അത് നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് പാടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരോടൊന്നും മാറാനാഥ എന്ന് പറഞ്ഞേ, ജീസസ് ഈസ് കമ്മിങ്. ഇത് പറയുമ്പോൾ കർത്താവ് വരുന്നു. കർത്താവ് ഇനിയും കാണുമ്പോൾ, നമ്മുടെ ചർച്ചിനൊരു പുതിയ കൾച്ചറായിക്കോട്ടെ, ഇനിയും കാണുമ്പോൾ മാറാനാഥ എന്ന് പറയുക. ഫാസ്റ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കടാ എന്നല്ല പറയണ്ടേ, മാറാനാഥ എന്ന് വേണം പറയാൻ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നാം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ മടുത്തു പോകരുത്, അല്ലെങ്കിൽ ഫെയിൻ നോട്ട്, നമ്മൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത് ക്രിസ്തീയ ജീവിതത്തിൽ എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പറയുന്നത്. നമുക്കറിയാം, അതിന് വേണ്ടി ലൂക്കോസ് 18:1 നമ്മൊന്ന് വായിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് മതി. മടുത്തു പോകാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ തന്നെയല്ല നാം മടുത്ത് പോകുന്നത്, മറ്റു പല കാര്യങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകാതെ ഇരിക്കണം എന്നുള്ളതിനെ ഒരു ഉപമ പറഞ്ഞത് എന്താണ്? കർത്താവ് എപ്പോഴും ഉപമയിൽ കൂടിയാണ് പല കാര്യങ്ങളും. കാരണം ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെക്കാൾ പോലുള്ള സാധാരണക്കാർക്കല്ലേ ഇതൊക്കെ നമുക്കൊക്കെ ചില ഉപമകൾ കൂടെയൊക്കെ കേട്ടെങ്കിലേ ഇതൊക്കെ പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ആഴമേറിയ വലിയ തീമുകൾ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴും അത് കൺവേ ചെയ്യുമ്പോഴും എല്ലാം ഒരു ഉപമകളിൽ കൂടെയാണ് കർത്താവ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ വേഗത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ന്യായാധിപൻ്റെ അടുത്ത് ഒരു വിധവ കുറേ നാളായി ഈ ഒരാവശ്യത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുകയാണ്. പക്ഷേ ഈ ന്യായാധിപൻ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ കുറേ കഴിഞ്ഞു. ഈ 18:5 ഒന്ന് വായിച്ചേ. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും. ഓക്കെ, അവസാനം പറഞ്ഞത് വിട്ടേക്കുക. അപ്പോൾ ഈ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവ് ഈ ന്യായാധിപൻ്റെ അടുത്ത് ഈ വിധവ വന്ന് അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ദൈവവും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യം വരുന്നു എന്നുള്ളത് നമ്മുടെ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല നമ്മുടെ ആവശ്യങ്ങളെ. പക്ഷെ നമ്മുടെ ദൈവത്തിന് നാം അത് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു സാഡിസ്റ്റിക് സ്വഭാവമൊന്നുമല്ല. കാരണം ഒരു മകൻ സ്കൂളിൽ ഫീസ് കൊടുക്കാനായിട്ട് അപ്പനറിയാം ഫീസ് കൊടുക്കേണ്ടതൊക്കെയാണെന്ന്, പക്ഷെ അവൻ വന്ന് ചോദിക്കുമ്പോഴാണ് അത് പ്രാവർത്തികമാകത്തുള്ളൂ. അപ്പം
ഒരു മകൻ വന്ന് അപ്പനോട് ഫീസ് ചോദിക്കുന്നത് പോലെയാണ് മക്കളായ നമ്മൾ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ. ഇനിയും അതൊക്കെ ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടുമോ? ഒരിക്കലും ഉത്തരം കിട്ടിയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് എല്ലാ ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ ഇന്നൊന്നും അവിടെ ഇരിക്കത്തില്ല. കാരണം നമ്മുടെ എല്ലാ പക്ഷേ നമ്മുടെ എന്താവശ്യങ്ങളും കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഇരിക്കുക. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ചോദിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മളുമായിട്ടുള്ളൊരു ബന്ധം കർത്താവിന് നിലനിർത്തുവാൻ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ കർത്താവിനോട് എല്ലായ്പ്പോഴും ഇതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നാം ഇനിയും നോക്കാൻ പോകുന്നത്, അപ്പോൾ നാം ഇവിടെ കണ്ടു പ്രാർത്ഥനയിൽ നാം മടുത്ത് പോകരുത്. എന്തുകൊണ്ടൊക്കെയാണ് പ്രാർത്ഥനയിൽ മടുത്തു പോകാനുള്ള കാരണങ്ങൾ എന്ന് നാം അറിയണം. അത് നാം കുറച്ച് 2-3 കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, വീണ്ടും നാം മുമ്പോട്ടുള്ള ഈ കനാൻ അല്ലെ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള മടുപ്പ് വരുമ്പോൾ, ഈ വക കാരണങ്ങൾ കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ മാറ്റി നിർത്തി മടുത്തു പോകാതെ എൻ്റെ കർത്താവിനോട് അത് പ്രാർത്ഥിക്കും എന്നുള്ളത്. ഒന്നാമത്തത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മടുത്തു പോകും. കാരണം വർഷങ്ങളായിട്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും അവസ്ഥ അതാണ്. കാരണം പ്രാർത്ഥിച്ച ഉടൻ തന്നെ അതിന് ആൻസർ ഇങ്ങോട്ട് വരികയില്ല. പക്ഷേ ദൈവത്തിന് അതിൻ്റേതായ റീസൺ ഉണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ അനാവശ്യങ്ങളില്ല, അവർ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ്, നോട്ട് അവർ ഗ്രീഡ്സ്. നമ്മുടെ അനാവശ്യങ്ങളെ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളെ ദൈവം ഒരിക്കലും, ഇനി ഒരു അത്യാഗ്രഹം ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് തല്ലിക്കൊല്ലുവോ? ഇല്ല, ഒരിക്കലും കൊല്ലത്തില്ല. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. അവനവൻ്റെ അപ്പനോട് എന്ന് പറയുക, എന്ത് നല്ല പാമ്പ്, എനിക്കിതിനെ ഒന്ന് പിടിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ നല്ല അപ്പൻ പറയുമോ, എൻ്റെ മകൻ ചോദിച്ചതല്ലേ, എന്നാ പറഞ്ഞതിനെ പിടിച്ചു കൊടുത്തേക്കാമെന്ന്? എങ്ങനെ ഇരിക്കും? അപ്പോൾ നാം ഇതിനെ കൈകാര്യം ചെയ്യുവാൻ, അല്ലെ 12 വയസ്സുകാരൻ ബൈക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുമോ? വാങ്ങിച്ചു കൊടുത്തവരൊക്കെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ കർത്താവിന് നാം അതിനെ ഉപയോഗിക്കുവാനായി, കൈകാര്യം ചെയ്യുവാനുള്ള യോഗ്യത നമുക്കായെങ്കിൽ മാത്രമേ ദൈവം അത് അനുവദിച്ചു തരത്തുള്ളൂ. പക്ഷേ ഈ മറുപടി താമസിക്കുന്നത് ഒരിക്കലും അതൊരു ഡിനയിലല്ല. ഒന്നിയിൽ നാം അതിനുള്ള യോഗ്യത ആകുന്നിടം വരെ കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദാനിയേൽ 10:12-13 വായിക്കണ്ട. ദാനിയേൽ അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അവസാനം അവൻ്റെ വാക്ക് കേട്ട് ദൈവം അത് ഉത്തരം അരുളി ചെയ്തു. ഇതുപോലെ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം, ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഉത്തരം നോ ആയാലും യേസ് ആയാലും ഒരു ഉത്തരം വരും. പക്ഷെ ദൈവത്തിൻ്റെ ഹിതമെന്തോ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നാം വിശ്വസിക്കണം. രണ്ടാമത്, നാം പ്രാർത്ഥനയിൽ മടുത്തു പോകാനുണ്ടാകുന്ന ഒരു കാരണം, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ യാചിക്കുന്നത് അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ലഭിക്കുന്നില്ല. ഇതൊരു കാരണമാണ്. നമ്മൾ പ്രാർത്ഥിച്ചതൊന്ന്, കർത്താവ് നമുക്ക് അനുവദിച്ചത് മറ്റൊന്ന്. അത് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. യോനാ പ്രവാചകനെ നിങ്ങൾക്കറിയാം. യോനാ പ്രവാചകൻ്റെ യോനാ പ്രവാചകൻ ഇസ്രായേലിലെങ്കിലും ജെറുസലേമിലെങ്കിലും വളരെ കംഫോർട്ട് സോണിൽ, നമ്മൾ ഓരോരുത്തരും ഞായറാഴ്ച ഇവിടെ ഏസിക്കകത്തായിരിക്കുന്നു പോലെ ഈ കംഫോർട്ട് സോണിലിരുന്ന് ജെറുസലേമിൽ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന യോനാ പ്രവാചകനോട് കർത്താവ് ഒരിക്കൽ ഒന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ നിനവേലേക്ക് പോവുക, നിനവെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ അവരോട് ചെന്ന് മാനസാന്തരം പ്രസംഗിക്കണം. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ യോനായ്ക്ക് ആദ്യം വലിയ സന്തോഷമുണ്ടായി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിനവേ എന്ന് പറയുന്ന അസിറിയയുടെ തലസ്ഥാനമാണ്. ഈ അസിറിയ യഹൂദന്മാർക്കല്ലേ ഇസ്രായേലിന് എതിരായ രാജ്യമാണ്. അതുകൊണ്ട് ഈ രാജ്യം ദൈവം നശിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് യോനയ്ക്ക് വലിയ സന്തോഷമായി. ദൈവം ഇപ്പോൾ നശിപ്പിക്കുമെന്ന്. പക്ഷെ അടുത്തത് അവനോട് പറയുന്നത്, അപ്പോൾ നീ അവിടെ പോയി മാനസാന്തരം പ്രസംഗിക്കണം. യോനയ്ക്ക് അപ്പോഴേ കാര്യം പിടികിട്ടി, ഞാൻ അവിടെ പോയി മാനസാന്തരം പ്രസംഗിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് വരണം എന്ന്
പറയുമ്പോൾ ഇവരെല്ലാവരും തിരിച്ച് വരും. ഒടുവിൽ ദൈവം നിനവെ രക്ഷിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ യോന ഫൂളായിപ്പോവും. ഇത് യോനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് യോന നശിപ്പിക്കുന്ന കാര്യത്തിൽ യോനയ്ക്ക് താല്പര്യമായിരുന്നു. പക്ഷേ അവിടെ പോയി ഇത് പറയുക എന്ന് പറയുന്നത് യോനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ യോന, അതുകൊണ്ടാണ് ആ കഥ നമുക്ക് അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് മോസസിൻ്റെ, ഇസ്രായേൽ ജനത്തെയുമായി മോസസ് നേരെ ചെങ്കടൽ കടന്ന് ഇവിടെ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഏൽപ്പിച്ചു. ഈ കനാൻ്റെ ജോഗ്രഫി അനുസരിച്ച് ഇപ്പോൾ ഈജിപ്റ്റ് ഇവിടെയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഈ കനാൻ ദേശം ഇവിടെയാണ്. അപ്പോൾ നമുക്കറിയാം മോസസ് ഈജിപ്തിൽ വളർന്ന വ്യക്തിയാണ്. ഈജിപ്തിലെ മുഴുവൻ ജോഗ്രഫിയും മോസസിന് അറിയാം. മോസസിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി ഹോൾഡറാണ്. അപ്പോൾ ഈ മോസസിനോട് ദൈവം നേരെ ഇങ്ങോട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞു, നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവിടെ ചെങ്കടലാണ്. ഈ ചെങ്കടൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തൂടെ വന്ന് ഈ മരുഭൂമിയിൽ കൂടെ ഇവിടെ വന്ന് യോർദാൻ കടന്ന് കനാനിലേക്ക് കടക്കണം. അപ്പം മോസസ് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കാണും, ഇതെന്തൊക്കെയായി കർത്താവ് പറയുന്നത്. ഈസി ആയിട്ടൊരു 4 ആഴ്ച അന്നത്തെ വണ്ടിയിൽ, ഇന്നാണെങ്കിൽ ഒരു 4 മണിക്കൂർ മതി. നല്ല ഹൈവേ ആണ് കനാനിലെത്താൻ, നല്ല ജെറുസലേമിലെത്താൻ. അപ്പോൾ ഈ 4 ആഴ്ച കൊണ്ട് മരുഭൂമിയിൽ കൂടെ 4 ആഴ്ച കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് 40 വർഷത്തെ യാത്ര ചെയ്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ ഇതൊക്കെ മോസസ് പറയുമ്പോഴും അപ്പോൾ മോസസിന് അറിയാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഏറ്റവും നല്ലത്. ഇതുപോലെയാണ് നാം ഓരോരുത്തരും പല കാര്യങ്ങളും നമ്മുടേതായ രീതിയിൽ പ്ലാൻ ചെയ്ത് നാം കർത്താവിനോട് ആവശ്യപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാണ്. ആ പദ്ധതി മാത്രമാണ് നടക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്, നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാനുള്ള മറ്റൊരു കാരണം നമ്മുടെ ശാരീരികമായ ക്ഷീണവും അലസതയും നിമിത്തമാണ്. പലപ്പോഴും നാം അലസന്മാരായിട്ട്, രാവിലെ പാസ്റ്റർ പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനയിലെ ഇടയിൽ ഇങ്ങനെ യോൺ ചെയ്യുന്ന എത്ര പേരുണ്ട്, അല്ലെ മടുപ്പ് തോന്നി പ്രാർത്ഥിക്കുന്നതിനിടയിലുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ 1.5 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് നാം ഇരിക്കും. പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും. പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അലസത നമ്മളെ ശക്തമായിട്ട് ഉണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അലസത ലൂക്കോസ് 22:45 46 പറയുന്നുണ്ട്. ഇത് വായിക്കാം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ്. ഇപ്പം അവർ നിരാശപ്പെട്ട് കിടന്ന്, നമ്മളും ജീവിതത്തിലെ പല വിഷയങ്ങളും നാളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള പല വിഷയത്തിൽ ആലോചിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ വലിയ വിരസത നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു മാറ്റം വരണം എന്നാണ്. അടുത്തത്, ഈ പാപത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ മടുപ്പ് തോന്നുന്നുണ്ട്. കാരണം ലോകം നമ്മെ പാപത്തിലേക്ക് ഇങ്ങനെ മാഗ്നറ്റ് പോലെ ഇങ്ങനെ നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലേക്ക് പോകണോ പ്രാർത്ഥനയിലേക്ക് പോകണോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ചില സമയങ്ങളിലെങ്കിലും ഈ ലോകത്തിൻ്റെ വരുതിയിലേക്ക് അല്ലെങ്കിൽ ആ മാസ്മരികതയിലേക്ക് നാം വഴുതി വീണു പോകാറുണ്ട്. ഇത് നമ്മൾ വലിയ പ്രിക്കോഷൻ, നമ്മൾ വലിയ മുന്നറിയിപ്പ് ദൈവം തരികയാണ്. ഇനി നാം നോക്കുന്നത് ഈ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുവാനായിട്ടുള്ള നാം എന്തൊക്കെ പ്രിക്കോഷൻസ്, അല്ലെ എന്തൊക്കെ കരുതൽ നാം എടുക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ഏറ്റവും അടുത്തുള്ള കാര്യം, യേശുവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. ഞാനിത് പറയും, യേശുവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. നമ്മുടെ പലരുടെയും പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ചിലതിന് ആൻസർ കിട്ടാത്തതിൻ്റെ കാര്യം കർത്താവ് ഇത് കേൾക്കുന്നില്ല, കർത്താവ് ഇത് അറിയുന്നില്ല. നീ പ്രാർത്ഥിച്ചത് ദൈവസന്നിധിയിൽ എത്താതെ എങ്ങനെയാണ് കർത്താവ് അതിനൊരു മറുപടി നൽകുന്നത്? ഈ മൊബൈൽ ഫോൺ നാം വിളിക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് ഇല്ലാതെ, മൊബൈൽ ഇതുപോലെ ഇരിക്കും, സിം കാർഡ് ഇല്ലാതെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു ടവറുമായിട്ട് കണക്റ്റഡാണ്, ഇത് നമുക്ക് കാണത്തില്ല.
പക്ഷേ ഈ മൊബൈലും എല്ലാം ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ത്രൂ ആക്കിയിട്ട്, അല്ല ദൈവത്തിൻ്റെ ജൂറിസിക്ഷനിൽ അല്ലെ ആ പരിധിയിൽ ആയിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടേ നാം പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ലാസ്റ്റ് ചോയ്സാണ്. നമ്മൾ ഏറ്റവും ഒരു പ്രതിസന്ധി അല്ലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാം ആദ്യം മറ്റ് പല മാർഗങ്ങളും നോക്കും. ഏറ്റവും അവസാനമാണ് പ്രാർത്ഥന എന്നുള്ളത് നാം ഓർത്ത് വരുന്നത്. ഒരിക്കലും ഒരു ലേഡി തൻ്റെ മകനെ സ്കൂളിൽ വിട്ടേച്ച് തിരിച്ച് ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്തോ തല ചുറ്റി താഴെ കിടക്കുകയാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഈ ലേഡി ഓടി സ്കൂളിൽ ചെന്നു. ഈ മകനെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അവന് നല്ല പനിയാണ്, 104 ഡിഗ്രി ചൂടിൽ പനി, ടെമ്പറേച്ചർ ഇതാണ്, തീരെ വയ്യ. അപ്പം ഈ ലേഡി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് ഗൾഫിലെങ്ങാണ്ടാണ്. അപ്പോൾ ഇവർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഈ മകനെ ആ ബെഡിൽ കിടത്തിയേച്ച് ഏതോ ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ച് മരുന്നുകളൊക്കെ കുറിച്ചെടുത്തു. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഈ മകനെ അവിടെ കിടത്തി അവന് ഇച്ചിരി ചൂടുവെള്ളം കൊടുക്കണം. അതിനുവേണ്ടി ഗ്യാസ് ഓണാക്കി ചൂടുവെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഈ മരുന്ന് വാങ്ങിക്കാൻ പോകാൻ വേണ്ടി അവർ ധൃതിയിൽ പെട്ടെന്ന് കാറെടുത്ത് മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ ആദ്യം ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടു. അവിടെ ചെന്നപ്പോൾ ആ മരുന്നില്ല. വീണ്ടും മുമ്പോട്ട് ചെന്നപ്പോൾ കുറേ കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മരുന്ന് കണ്ടു, ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടു. അത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് ഇവർ പെട്ടെന്ന് ഡോർ അടച്ച് പെട്ടെന്ന് എത്തണമല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ആ മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നപ്പം ഇതിൻ്റെ ഡോറങ്ങ് ലോക്കായി കിടക്കുക, കീ അകത്തുമാണ്. എന്ത് ചെയ്യും? അപ്പോൾ ഇവർ എല്ലാ വഴികളും അടഞ്ഞു. ഇവർ ഈ കാറിലോട്ട് ചാരി നിന്ന്, എൻ്റെ കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി, വളരെ അലങ്കോലമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച ഒരു വ്യക്തി അതുവഴി കടന്നു വന്നു. അപ്പോൾ ഇവരിങ്ങനെ കരയുന്ന കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ഇവരോട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കാറ് ലോക്കായി കിടക്കുകയാണ്, ഇനി ഒന്ന് സഹായിക്കാമോ? അവൻ പെട്ടെന്ന് എന്തോ ഒരു പരിപാടി ചെയ്ത് അതിൻ്റെ ഗ്ലാസിൻ്റെ അകത്തോട്ട് എന്തോ ഒരു കമ്പി ഇറക്കി പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡോറ് തുറന്നു. അവർ കയറി. അവർക്ക് വലിയ സന്തോഷമായി. അവർ കർത്താവിനെ പെട്ടെന്ന് സ്തുതിച്ചു. അവർ വലിയ നന്ദി പറഞ്ഞു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, താങ്കൾ വലിയ ഉപകാരമാണ് എനിക്ക് ചെയ്തത്. അപ്പോൾ താങ്കൾ എവിടുന്നാണ് വരുന്നത്? അത് ഞാനിപ്പോൾ ജയിലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചോദിച്ചു, ജയിലിൽ നിന്നോ? അത് ഞാനൊരു കാർ മോഷ്ടാവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇവരവിടെ ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഒരു ടെക്നീഷ്യനെ തന്നെ എനിക്ക് വിട്ടു തന്നല്ലോ എന്നോർത്ത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഞാനിത് പറഞ്ഞ നമ്മുടെ ആവശ്യത്തിൽ മോഷ്ടാവല്ല, സാത്താനല്ല, ആരെ വേണമെങ്കിലും ദൈവം അയച്ച് നമ്മെ സഹായിക്കും. ഒരു കഥ കൂടെ പറയാം. ഒരിക്കലും അമ്മച്ചിക്ക് എപ്പോഴും എനിക്ക് ദൈവം തരും. ആ അമ്മച്ചിയുടെ എല്ലാ പ്രൊവിഷൻസും ദൈവമാണ് നടത്തുന്നത്. അമ്മച്ചി ഒന്നും അറിയുന്നില്ല. എല്ലാ ദിവസവും അമ്മച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ഒരാളവിടെ എത്തിക്കും. ഇത് കണ്ട ഒരു എത്തിയിസ്റ്റ്, ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അതിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അമ്മച്ചിയെ ഒന്ന് കബളിപ്പിക്കാനായിട്ട് ഈ വ്യക്തി തൻ്റെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ അമ്മച്ചിയുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഈ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, ഈ സാധനം എല്ലാം കൊടുത്തിട്ട് ഇത് തന്നു വിട്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ പറയണേ ഇത് പിശാചാണ് തന്നു വിട്ടത് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി നേരെ ഇതുമായിട്ട് അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അമ്മച്ചിക്ക് സാധനം കൊടുത്തു കഴിഞ്ഞപ്പം ഇവൻ വെയിറ്റ് ചെയ്തിട്ട് അമ്മച്ചി തിരിച്ച് ചോദിക്കുന്നില്ല ഇതാരാ തന്നു വിട്ടതെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ സഹി കെട്ടിട്ട് അവൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, വല്ല ബോധമുണ്ടോ ഇതാരാ തന്നു വിട്ടതെന്ന്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടാ എന്നെ സഹായിക്കാൻ പിശാചിനെ വരെ ദൈവം ഒരുക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ
ദൈവം നമ്മെ സഹായിക്കുവാൻ ആരെ വേണമെങ്കിലും ഒരുക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം അറിയുന്നു. ആ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരിക്കലും കരുണ കാണിക്കാത്ത ഒരു ദൈവമല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ, നാം വിശ്വസിക്കണം. അടുത്തത്, നാം പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കണം. നമ്മൾ ആദ്യത്തെ ആ വാക്കിൽ നാം കേട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അന്ത്യത്തോളം ഞാനതിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം ആ കാര്യം എനിക്ക് ഇനി ഞാൻ ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പോലും എൻ്റെ കർത്താവ് എനിക്കത് അനുവദിച്ച് തരും. അല്ലെങ്കിൽ അതിനുള്ളൊരു സോഴ്സ്, അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം എൻ്റെ കർത്താവ് കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടി വേണം നാം പ്രാർത്ഥിക്കാനായിട്ട്. മൂന്നാമത്, നാം ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കണം. ആ കാറിൻ്റെ അടുത്ത് നിന്ന് ലേഡി, അവർക്ക് ഈ മകൻ തല കറങ്ങി സ്കൂളിൽ വീണെന്നറിഞ്ഞപ്പോഴേ മുട്ടുകുത്തി പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ അവരേറ്റവും അവസാനമാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ നടു റോഡിൽ നിന്ന് അലറി വിളിക്കേണ്ടി വന്നു. അപ്പം ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയും നമ്മൾ, അപ്പം അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നാം മടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ നാം യാചിക്കുന്നതിൻ്റെ ഉത്തരം കിട്ടുന്നത് ഞാൻ നമ്മൾ ആവശ്യപ്പെടുന്ന ഉത്തരമല്ല, ദൈവം ഒരു ഉത്തരം നമുക്ക് എന്തായാലും തരും. ആ ഉത്തരം കിട്ടുന്നത് വരെ, അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഉത്തരം കിട്ടുന്നത് വരെ നാം പ്രാർത്ഥിക്കണം. യേശു കർത്താവിനെ നാം ധ്യാനിച്ചു വേണം നമ്മുടെ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകാൻ. എബ്രായർ 12:3 പറയുന്നു. എബ്രായർ 12:3 വായിക്കാമോ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ആമേൻ. അടുത്തത്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ഫാമിലി പ്രെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മക്കളോ മറ്റവരോ ഒക്കെ സ്ഥലത്തില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് നമുക്ക് ഓൺലൈനിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാം നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നാം തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയോടുകൂടി ഒരു ടൈം വെച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. അതൊരു ഒരു കൾച്ചർ, അതൊരു ശീലമാക്കി നാം മാറ്റണം. ഇനി അടുത്ത ഇതാണ് പ്രാർത്ഥനയെപ്പറ്റി നമുക്ക് അത്യാവശ്യം കാര്യം. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു വിഷയം, നാം മടുത്ത് പോകുന്നത് കഷ്ടത വരുമ്പോഴാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും, കഷ്ടത വരാത്ത ഒരു വ്യക്തി പോലും ഇല്ല. എല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കഷ്ടത വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മടുത്തു പോകാറുണ്ട്. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ്. അപ്പം ഞാനതിനെ എനിക്ക് ഉപദ്രവവും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്യു 10:22 കൂടെ വായിക്കാം. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. നാം എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ നാമം നിമിത്തം പലരും നമ്മെ പകയ്ക്കും. ഇന്ന് ലോകം മുഴുവൻ ഇത് തന്നെയാണ്. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നു, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അവസാന ലാഭം. നമ്മുടെ ഈ തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം ഇനിയും അധികം നാൾ നമുക്ക് ഈ കഷ്ടത സഹിച്ച് മുമ്പോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിനൊക്കെ എൻ്റെ ഒരു സമയം അടുക്കാറായി, എൻ്റെ എൻഡിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ലാപ്പിൽ നാം ജീവിക്കുമ്പോൾ ഇനിയും നാം
പിന്മാറ്റത്തിൽ പോയി, അല്ലെങ്കിൽ കഷ്ടത, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുമാറ് വന്ന് നാം മാറിപ്പോകുവാനായിട്ട് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കർത്താവ് എന്താണ് വരാൻ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നവർ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. കാരണം ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന 750 കോടി ജനതയും ഇപ്പോൾ ജീവിച്ച് മരിച്ചു കഴിഞ്ഞ ഒരു 750 കോടി കൂടെ കൂട്ടിക്കോ, അങ്ങനെ ഈ 1500 കോടി ജനതയും ദൈവത്തിൽ സ്വർഗത്തിൽ എത്തണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ്റെ ആഗ്രഹമാണത്. അതാണ് നിനവയിലെ ആ ആളുകളുടെ മാനസാന്തരപ്പെട്ടിന് കർത്താവ് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തായിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, നോഹയുടെ പെട്ടകം പോലെ യേശു എന്ന പെട്ടകത്തിലേക്ക് നാം ആയിക്കഴിഞ്ഞപ്പോൾ, ഇനിയും ആര് രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാനങ്ങ് എത്തിക്കോളാം എന്നുള്ള നമ്മുടെ ആ സെൽഫിഷ് ചിന്താഗതി കൊണ്ടാണ് നാം കർത്താവ് വരാൻ താമസിക്കുന്നതിനും പിറുപിറുക്കുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബസ്സിൽ ട്യൂഷന് പോകും. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ കയറും, നല്ല തിരക്കാണ്. അതിലിങ്ങനെ കയറി കുറേ കൈ കാണിച്ചിട്ടായിരിക്കും ഒരു ബസ്സുകാരൻ നിർത്തുന്നത്. അപ്പോൾ അവൻ നിർത്തി കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെയും ചാടി കയറി കുറച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ മറ്റുള്ള കോളേജിലെ കുട്ടികൾ അവിടെ നിന്ന് വീണ്ടും കൈ കാണിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഫാസ്റ്റ് പാസഞ്ചർന്നാണ് പറയുന്നത്, എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. ഇത് നമുക്ക് ഇനി ഇഷ്ടപ്പെടത്തില്ല. നമ്മളെങ്ങനെയെങ്കിലും അകത്ത് കയറുക, പിന്നെ ഒരുത്തനും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ദൈവത്തിന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. അവൻ എല്ലാവരുടെയും ദൈവമാണ്. എല്ലാവർക്കും നാം പേഴ്സണലായിട്ടാണ് എടുക്കേണ്ടത്. കാൽവറിയിൽ യേശു ക്രിസ്തു മരിച്ചത് ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയാണ്. പക്ഷെ ഞാൻ എടുക്കേണ്ടത്, ഈ ലോകത്തിൽ വേറൊരു വ്യക്തിയും ജീവിച്ചിരിപ്പില്ല. ഈ ലോകത്തിൽ ഞാനെന്ന വ്യക്തി മാത്രമേ ജീവിച്ചുള്ളെങ്കിലും ഞാൻ പേടിച്ച് ചിലപ്പം ചത്തുപോകും. ഒരാളുമില്ല, ഞാൻ മാത്രമേ ഉള്ളെങ്കിലും ഈ കർത്താവ് ഇത് തന്നെ ചെയ്യും. കാരണം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കാൽവറിയിൽ ഈ ത്യാഗം നടത്തും. അതാണ് നാം വ്യക്തിപരമായി കർത്താവിനെ ഏറ്റെടുക്കുന്നു പറയുന്നത്. അപ്പം ഈ ലോകത്ത് ഒരു വ്യക്തിയും നശിച്ചു പോകുവാൻ, ഒരു വ്യക്തിയും സ്വർഗത്തിൽ എത്താതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും സ്വർഗത്തിൽ എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ 2-3 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിലെ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ഈ കഷ്ടങ്ങൾ സഹിക്കണം എന്ന് ബൈബിൾ പറയുന്നത്? ഒന്ന്, അത് വിശ്വാസി ധരിക്കേണ്ട ഒരു ആയുധമാണ്. ഇറ്റ് ഈസ് എ വെപ്പൺ. 1 പത്രോസ് 4:1 വായിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പോൾ ഈ കഷ്ടതയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ആയുധമായി നാം ധരിപ്പാൻ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇതിനെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന പോലെ നമ്മുടെ ആവശ്യങ്ങളിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നമുക്കും പങ്കാളിത്തമുണ്ട്. 1 പത്രോസ് 4:13. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ കഷ്ടങ്ങളിൽ നാം പങ്കാളികളാകുമ്പോൾ അവസാനം നമുക്ക് ലഭിക്കുന്നത് അവൻ്റെ തേജസ്സിൻ്റെ ആ സന്തോഷത്തിൽ നാം ഉല്ലസിച്ചാനന്ദിക്കും. നാം സന്തോഷിക്കാൻ അവസാന നിമിഷം കർത്താവിനോടൊത്ത് നാം പോവുകയാണ്. കർത്താവിനോടൊത്ത് നിൽക്കുന്ന ആ ജീവിതത്തെ പറ്റി നാം ആലോചിക്കുമ്പോൾ അതാണ് ബൈബിൾ പറയുന്നത്, ഇവിടുത്തെ ഞൊടിനേരത്തേക്കുള്ള കഷ്ടതകൾ സാരമില്ല. ആ കഷ്ടതകൾ അങ്ങ് സഹിച്ചാൽ മതി, ഒരു വിഷയവുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞേച്ചതിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് ലഭിക്കുവാനിരിക്കുന്നത് നാം ആത്മാവിൽ കൂടെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഷ്ടത സഹിക്കുവാനായിട്ടുള്ള ശക്തി കിട്ടത്തുള്ളൂ. സ്തേഫാനോസ് ദൈവം മരിക്കുന്ന സമയത്ത് എല്ലാവരും കല്ലെറിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുകയാണ്.
സ്തെഫാനോസ് തന്നെ കല്ലെറിയുമ്പോൾ തൻ്റെ വേദന ഒന്നും അദ്ദേഹം അറിയുന്നില്ല. സ്റ്റീഫൻ ഉടനെ മുകളിലോട്ട് നോക്കി യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ മകനെ സ്വീകരിക്കുന്ന, ആ സ്തെഫാനോസിനെ സ്വീകരിക്കുന്ന കാര്യം, ആ കാഴ്ച കണ്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോശയ്ക്ക് ദൈവം കൊടുത്ത, അല്ലെങ്കിൽ ഫറോയുടെ പുത്രിയായിട്ട് ആ ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ ഈ ക്രിസ്തു ജനത്തോട് ചേർന്ന് നിന്ന് സഹിക്കുവാനുള്ള തീരുമാനം എടുത്തത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും വലിയ ഇപ്പം അദാനിയോ അംബാനിയോ ഇപ്പോൾ അവരുടെ ഈ സ്വത്തുക്കളൊക്കെ കളഞ്ഞേച്ച് ഒരു ഭിക്ഷക്കാരനായിട്ട് മാറി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലാണ്. കാരണം മോസസ് അതുപോലത്തെ വലിയ സൗഭാഗ്യത്തിൻ്റെ നടുവിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തിലൊരു മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയത്തിൽ മോസസിൻ്റെ കാലഘട്ടത്തിൽ, അപ്പോൾ മോസസ് അവിടെ അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ മറ്റൊരു ഫറോ രാജാവായിട്ട് മോസസ് മാറിയേനെ. മോസസിൻ്റെ കാലഘട്ടത്തിലെ ഈ ഫറോ രാജാക്കന്മാരുടെ ഈ ഡെഡ് ബോഡി അവിടെ ഡ്രൈ ചെയ്ത് ഇങ്ങനെ ഉണക്കി ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മോശയുടെ കാലഘട്ടത്തിലെ ഈ ഫറോ രാജാവ്. അപ്പോൾ ഇന്ന് നാമൊക്കെ മോശയെ കാണുന്നതിന് പകരം ഇങ്ങനെ ഈ ഡെഡ് ബോഡി ഉണക്കി വെച്ചിരിക്കുന്ന മോശയായിരുന്നു മോശ ഈജിപ്തിൽ നിന്നിരുന്നെങ്കിൽ കാണും. പക്ഷെ എങ്ങനെയാണ് മോസസിന് മനസ്സിലായത് ഇതിനേക്കാൾ അപ്പുറമായ വലിയ സൗഭാഗ്യമാണ് ദൈവം എനിക്ക് തരുന്നതെന്ന്? ആത്മാവിലൂടെ തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ആ ഉയർന്ന മലയിലേക്ക് കയറിയപ്പോൾ അടുത്ത നിമിഷം രൂപാന്തരം സംഭവിച്ചു യേശു കർത്താവിനോടുകൂടെ മോശയും ഏലിയാവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ഇത് കാണുമ്പോൾ പത്രോസും നിന്ന് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാമെന്ന്, നിനക്കുമൊന്ന്, മോശയ്ക്കുമൊന്ന്, ഏലിയാവിനുമെന്ന്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, മോശ ഇന്നിരിക്കുന്ന സ്ഥലമാണ് നല്ലതെന്ന് പത്രോസാണിത് പറയുന്നത്. അന്നേരം പത്രോസ് ഒരേ സമയം ലോകത്ത് ജീവിക്കുകയും സ്വർഗം കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, ഈ ഭൂമിയല്ല നമുക്ക് യോജിച്ചത്, നമ്മൾ മോശ ഇരിക്കുന്ന ആ സ്ഥലമാണ് നല്ലത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നന്ന് എന്ന്. ഇത് ആത്മാവിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങളെയൊക്കെ നാം വിടും. ഇതൊന്നും നമുക്ക് സാരമില്ലെന്ന് ഇത് കാഴ്ച കണ്ടു കഴിയുന്ന ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാഴ്ച ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ മടുത്തു പോകാതെ, ഇതിനകത്ത് നിന്ന് എന്ത് കഷ്ടം വന്നാലും പിന്തിരിയുവാനായിട്ട്, അല്ലെങ്കിൽ പിറുപിറുക്കാതെ, അല്ലെ ഒരു മടുപ്പുമുണ്ടാകാതെ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അടുത്ത 3-ാമത്തെ, കഷ്ടങ്ങളിൽ കൂടിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വായിച്ചതിനെ പിടികിട്ടുന്നതാണ്. കഷ്ടത്തിൽ കൂടിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട്. കഷ്ടത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനൊരു എളുപ്പ വഴി നമ്മുടെ മുമ്പിൽ ഇല്ല. അതിന് കഷ്ടതയിൽ കൂടെ കർത്താവ് തന്നിരിക്കുന്ന ആ പാതയിലൂടെ മാത്രമേ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിച്ചറിയാൻ ഫിലിപ്പിയർ 3:11 വായിക്കാം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. കാരണം ഈ തേജസ്കരണം, അല്ലെങ്കിൽ ഈ കർത്താവിനോടൊത്തുള്ള ആ ജീവിതത്തെ നാം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ദൈവം, അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് മുഴുവൻ നാം ചവറെന്ന് എണ്ണും എന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ നമ്മളെ അനുഗ്രഹിക്കുമാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ നാം ഇനിയും ഇവിടെ നിന്ന് കർത്താവിൻ്റെ വരവിൽ പോയി കഴിയുമ്പോൾ നാം അത് കഴിഞ്ഞ ശേഷം 7 വർഷത്തിന് ശേഷം യേശുവോടൊത്ത് ഈ മണവാട്ടി സഭ ഒരുമിച്ച് മടങ്ങി ജെറുസലേമുള്ള ഒലിവുമലയിലേക്ക് തിരിച്ച് കാലത്ത് കുത്തുമ്പോൾ, അങ്ങനെ കർത്താവിനോടൊത്ത് നാം ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നീടുള്ള 1000 വർഷം ഈ ലോകത്ത് നാം ഒരുമിച്ച് ദൈവത്തോടൊത്ത് നാം താമസിക്കുവാൻ പോവുകയാണ്.
യേശു കർത്താവ് രാജാവായിരിക്കുന്ന, അതങ്ങ് വേറെ ഉയരങ്ങളുള്ളൊരു സ്ഥലമല്ല, ഈ ലോകത്ത് തന്നെ ജെറുസലേം തലസ്ഥാനമാക്കി യേശു കർത്താവ് രാജാവായി നാം ഓരോരുത്തരും യേശുവിനോട് ചേർന്നുള്ള ആ വലിയ ജീവിതം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അന്ന് നമുക്ക് യാതൊരുവിധ സന്തോഷവുമില്ല, യാതൊരുവിധ സങ്കടവുമില്ല, യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, യാതൊരു വേദനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എപ്പോഴും സന്തോഷം. ഏദനിൽ ആദമും ഔവയും ദൈവം ആക്കിയപ്പോൾ അവർ പാപം ചെയ്യുന്നിടം വരെ എങ്ങനെ ജീവിച്ചോ ആ അവസ്ഥയിൽ കർത്താവിനോടൊത്ത് ഇവിടെ ജീവിക്കുന്ന അവസ്ഥ. ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, സ്കൂളിലും പോകണ്ട, വളരെ സൗകര്യമില്ലേ കർത്താവിനോടൊത്തുള്ള ആ ജീവിതം. ചില അലസന്മാർക്ക് പണിക്കും പോകണ്ട, വളരെ സുഖമായിട്ട് ചെയ്യാം, ഒന്നും ചെയ്യണ്ട, കർത്താവിനോടൊത്ത് സന്തോഷിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഒരു ജീവിതം. അത്ര അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ഓഫർ ദൈവം നമുക്ക് മുമ്പിൽ തന്നു കഴിയുമ്പോൾ കർത്താവ്, ഞാൻ പറയും, ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. കർത്താവിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നു പൊക്കോളും. ഈ സർഫ് വാങ്ങിക്കുമ്പം സോപ്പ് ഫ്രീ കിട്ടുന്നു അല്ലേ? അപ്പം നാം ദൈവത്തോടൊത്ത്, എൻ്റെ യേശുവിനോടൊത്ത് ആയിക്കഴിയുമ്പോൾ സ്വർഗം നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെ ലഭിച്ചുകൊള്ളും. ദൈവം എവിടെയാണോ അവിടെയാണ് നമ്മൾ. ഇനി ദൈവം സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയോ ഒരു പ്രശ്നവുമില്ല, കർത്താവിൻ്റെ കൂടാണ് നമ്മൾ, ഇവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തെപ്പറ്റി സ്വപ്നം കാണുവാനായിട്ട് എൻ്റെ ദൈവം മറ്റിവിടുത്തെ ലോകത്ത് നമുക്ക് ഇനിയും ഭാവിയിൽ കിട്ടുവാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ നിർത്തി ഇനിയും കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ രാജ്യത്തെപ്പറ്റി നാം സ്വപ്നം കാണണം. അതിനു വേണ്ടി ചെയ്യേണ്ട മുന്നറിയിപ്പാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:16-17 കൂടെ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യന് നമുക്കറിയാം, രോഗവും ഇതുമൊക്കെ നമുക്ക് ഈ പുറമേയുള്ള മനുഷ്യന് സംഭവിക്കും. പക്ഷേ നാം കർത്താവിനോടൊത്ത് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അകമ ഉള്ള മനുഷ്യന് ഏറ്റവും ശക്തിയോടുകൂടി നിൽക്കുകയും അങ്ങനെ അകമയുള്ള മനുഷ്യന് ശക്തി പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം നേരിടുന്ന ഈ ചെറിയ കഷ്ടതകളെ വെറും സാരമില്ല എന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, അങ്ങനെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ആ വലിയ രാജ്യത്തിനായി സ്വപ്നം കണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഏദനിലെ ആദമനും ഔവയും നഷ്ടപ്പെടുത്തി കളഞ്ഞ, അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഇനിയും, ദിസ് ഈസ് അവർ സെക്കൻഡ് ചാൻസ്, ദിസ് ആൻഡ് ഫൈനൽ ചാൻസ്, ഇനിയൊരു ചാൻസ് നമ്മുടെ മുമ്പിൽ ഇല്ല. കാരണം കർത്താവ് നമ്മോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് നമ്മോടുള്ള സ്നേഹം കൊണ്ട് അവൻ നമ്മോട് കാണിച്ച 2ാമത്തെ ചാൻസാണിത്. അപ്പോൾ ഈ 2ാമത്തെ ചാൻസ് നാം മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയും ഒരു ചാൻസ് നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ആ ചാൻസിൽ, ഈ 2ാമത്തെ ദൈവം തന്ന ഈ 2ാമത്തെ ചാൻസിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊത്തുള്ള ആ വാസത്തിനെ യോഗ്യരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.